इसका അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ബഹുമാനപ്പെട്ട കബീർ ബാക്കവി എന്താണ് പറയുന്നത്, എന്താണ് വിഷയം എന്ന് നിങ്ങൾ അദ്ദേഹം പറയുന്നതിനെ ആവർത്തിച്ച് ഒരു 10 പ്രാവശ്യമെങ്കിലും കേൾക്കണം. കേട്ടതിന് ശേഷമാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. നിങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞാൻ സംസാരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ്. 25ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വയസ്സുള്ള ഖദീജ ബീവിയെ 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം ചെയ്തത് എന്ന് നമ്മൾ എല്ലാവരോടും പറയും. പക്ഷെ അങ്ങനെ ഒരു ഭാര്യയെയും ഭർത്താവിനെയും സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ നമ്മുടെ സ്വഭാവം അല്ലേ? അതിനെന്താ നമ്മുടെ അവകാശം? അവരുടെ ഭാഗത്ത് പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് അഹിതകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവരുടെ പ്രായത്തെ പറഞ്ഞാണോ അപഹസിക്കുക? 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നമ്മൾ തന്നെ വയസ്സിന്റെ പേരിൽ അങ്ങനെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ അവരെ നമ്മൾ സൈബർ ആക്രമണം നടത്തും. തിരിച്ച് 40 വയസ്സുള്ള എത്ര പുരുഷന്മാർക്ക് 25 വയസ്സ്? ബഹുമാനമുള്ളവരെ, ഇവിടെ ഈ ഉസ്താദ് വിഷയദാരിദ്ര്യമുള്ളത് കൊണ്ട്, സംസാരിക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്തര കാര്യം വളരെ ചീപ്പായ ഒരു കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത്. അവർ ചെയ്യുന്നതും ചീപ്പാണ്, ഇദ്ദേഹം സംസാരിച്ചത് അതിനേക്കാൾ വളരെ താഴെയുള്ള ചീപ്പിൽ ചീപ്പാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണമെന്ന്. അപ്പോഴാണ് ഏതാണ് ശരി, എന്താണ് ഇദ്ദേഹം പറയുന്നത്, ഒരു ആലിമ് പണ്ഡിതന്റെ വാക്ക് ഇത്തര നാക്കിൽ നിന്ന് വരാമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് കാര്യം? റസൂലുള്ളാന്റെ കാലത്തെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചതിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നു. 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സുള്ള ഉണ്ടായിരുന്ന ഖദീജ ബീബിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ യൂട്യൂബർമാർ, 2 ഭാര്യയും ഭർത്താവും, ഒരു ചെറുപ്രായക്കാരനാണ്, ചെറുക്കനാണ്, പിന്നെ ഭാര്യയോ 40ഓ 45ഓ വയസ്സുള്ള ഒരു മധ്യവയസ്കയാണ്. ഈ ഒരു കല്യാണത്തിനെയും അവർ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ വിഷയത്തിലും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണത്തെയും ഇവരുടെ കല്യാണത്തെയും താരതമ്യം ടാലി ചെയ്തതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. ഇവരാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടിയോ ഏതോ ഒരു ഉദ്ദേശം കൊണ്ട്, അവരുടെ ഉദ്ദേശമാണ്, അവർ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമെങ്കിലും ഒരു മുസ്ലിമീങ്ങൾ അങ്ങനെ അത്ര ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാകാം ഇതിനെ പ്രതികരിക്കാനും ഇതിനെ എതിർക്കാനും ഇതിന്റെ കാര്യത്തിൽ സംസാരിക്കാനും ഒട്ടും ശരിയല്ല എന്ന് പറയാനും കളിയാക്കാനും എല്ലാം ഉണ്ടാകും. അത് അവരുടെ അവകാശമാണ്. ആർക്കാണ് എന്താണ് ശരി കാണുന്നത്, അത് ശരി ആണെങ്കിൽ ശരിയാണെന്നും അതല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാണെന്നും, അത് നമുക്ക് യോജിക്കാൻ കഴിയാത്തതാണെങ്കിൽ അത് കഴിയാത്തതാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം ചെയ്തതുപോലെയാണ് ഈ കബീർ ബാക്കവി. ഇത്ര വലിയ ഒരു പണ്ഡിതൻ, മതപണ്ഡിതന് ഒരു വിഷയത്തിലും ഇദ്ദേഹത്തിന് ജനങ്ങളെ തിരുത്താനോ ജനങ്ങൾക്ക് നസിഹത്ത് പറയാനോ ഉള്ള അവകാശം അദ്ദേഹം കളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അവകാശവുമില്ല ജനങ്ങൾക്ക് പ്രഭാഷണം നടത്തി നന്നാക്കാനുള്ളത്. പിന്നെ ഒരു കച്ചവടം പോലെ ഇദ്ദേഹത്തിന് പ്രഭാഷണം ചെയ്യാമെന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരും കേൾക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള ഒരു തലച്ചോറില്ല. ഇക്കാലത്ത്
വരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടി എന്ത് ചെയ്യാനും മടി കാട്ടാത്ത ഒരുപാട് ജനങ്ങൾ, അതുപോലെ ഫറലായ കാര്യമായ ഹജ്ജിനെ ഉപയോഗിച്ച് ആ ഹജ്ജിന് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നതും അതിന് ഈ ചില പണ്ഡിതന്മാർ സപ്പോർട്ട് ചെയ്തതും ഫറലായ കാര്യമാണ്, പ്രധാന കാര്യമാണ്. മുസ്ലിമിന്റെ 5 കാര്യത്തിൽ ഒരു പ്രധാനമായ കാര്യത്തിന് സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയും യൂട്യൂബ് വളർത്താൻ വേണ്ടിയും ഹജ്ജിന് പോയവരെ ഇവർ സപ്പോർട്ട് ചെയ്തു. കൂടാതെ ഇപ്പോൾ കല്യാണം അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ കല്യാണം കഴിച്ച ആ യുവാവിനെയും പിന്നെ മധ്യവയസ്കയായ ആ കിളവിയെയും ഇദ്ദേഹം റസൂലുള്ളാഹിനെയും അതുപോലെ ഖദീജ ബീബിയും താരതമ്യം ചെയ്തതാണ്. ഇത് റസൂലുള്ളാന്റെ കാലമാണോ അതല്ല റസൂലുള്ള ചെയ്തതുപോലെ ഇവർ ചെയ്യുന്നതാണോ, റസൂലുള്ള ചെയ്തതാണോ ഇവർ ചെയ്യുന്നത്? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോദിക്കേണ്ടതാണ്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് തലച്ചോറ് ഉപയോഗിച്ചില്ല എന്നാണ്. ഇദ്ദേഹം ഇത് വിട്ട് തലക്കെട്ട് താഴെ വെച്ച് സിനിമാ മേഖലയിൽ നടിക്കാനോ എന്തെങ്കിലും ഇവിടെ ജോലി ചെയ്യാനോ മാത്രമാണ് ഇദ്ദേഹം തരപ്പെട്ട ആളാണെന്ന് മനസ്സിലാകുന്നില്ലേ? ഞാൻ പറയേണ്ടതുണ്ടോ? സോഷ്യൽ മീഡിയയിൽ വരാമെന്നും സ്ത്രീകളെ കാണിക്കാമെന്നും ഇദ്ദേഹം ശരിവെച്ചതല്ലേ? സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യ കാര്യത്തിന് മാത്രമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. പണ്ടൊക്കെ ഇവർ എന്തിനാണ് ഇതിനെല്ലാം ഹറാമാണെന്ന് പറഞ്ഞത്? പണ്ടൊക്കെ എന്തിനാണ് ഖുർആനിന്റെ അടിസ്ഥാനത്തിലല്ലേ ഇവർ ഹറാമാണെന്ന് പറഞ്ഞതും? നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പേടിച്ച് സിനിമയിൽ പോയതും അതുപോലെ ഫോട്ടോ എടുത്തതും അത്യാവശ്യത്തിന് മാത്രം ഒരു കഷ്ണം ഫോട്ടോ മതിയെന്ന് പറഞ്ഞു തന്നതും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഒരു ഫോട്ടോ എടുത്താൽ മതിയെന്ന് ഉസ്താദന്മാർ പറഞ്ഞതും അതനുസരിച്ച് നമ്മൾ ചെയ്തതും നല്ല ചിട്ടയിലാണ് നമ്മുടെ പഴയ കാലത്തുള്ള ഉസ്താദന്മാർ നമ്മളെ രക്ഷിച്ചത് എന്ന് പറയാം, ദീനിൽ ഉൾക്കൊള്ളാൻ. ഇപ്പോഴും അതിന്റെ കാരണത്താൽ നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞു തന്ന പഴയ കാലത്തുള്ള നമ്മുടെ ഉസ്താദന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളെ ആ കാലത്ത് നമ്മൾ ചെയ്തത് കൊണ്ട് ഇപ്പോഴും നമുക്ക് ഏതാണെങ്കിലും മടിയാണ്. സോഷ്യൽ മീഡിയയിൽ പോലും വരാൻ മടിയാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ വരുന്നത്. നമ്മളെ കുടുംബത്തിലോ ആരെങ്കിലും കല്യാണമോ ഏത് നല്ല കാര്യമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുകയോ യൂട്യൂബിൽ ഇടുകയോ ഡാൻസ് ചെയ്യുകയോ പെണ്ണിനെ കൂട്ടിയിട്ട് വരുമ്പോൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. എന്തുകൊണ്ട്? നമ്മൾ പഴയ കാലത്ത് ഉസ്താദൻ പഠിപ്പിച്ചത് അത് ഇപ്പോഴും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിനെ ചിന്തിച്ച് നമ്മളെ മക്കൾ പോലും ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് ഓർഡർ പോലും കൊടുത്തതാണ്. നമ്മുടെ ഹയാത്ത് കാലത്ത് അതുപോലെയുള്ളത് നമുക്ക് കാണാൻ പാടില്ല എന്ന്. ഇവിടെ ഇദ്ദേഹം ചെയ്തത് എന്താണ്? സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്തതാണ്. ഉസ്താദന്മാർക്ക് നല്ല മനസ്സാണ്, സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാനും മനസ്സുണ്ടെന്നാണ് നിങ്ങൾക്കും മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ ചെറിയൊരു വീഡിയോ കാണുക. ഇതാണ് സഹോദരന്മാരെ, ആരാണ് ഇത്? സഫ്വാൻ സഖാഫിയും അദ്ദേഹത്തിന്റെ ഭാര്യയും. അല്പം നമ്മൾ നമസ്കരിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വലഭാഗത്തേക്ക്, ആദ്യത്തെ സലാം വലഭാഗത്തേക്കാണ്. ആ വലഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആ സ്ത്രീയുടെ മുഖം കാണുന്നതാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. പുറകിലോട്ട് ഫുള്ള് കാണിച്ച് മുഖം മാത്രം കാണിക്കാതെ ഇങ്ങനെ ഭയന്നുകൊണ്ട് ഇരിക്കുകയാണ്. അല്പം ആരെങ്കിലും മുഖം കാണിക്കാൻ തുടങ്ങിയാൽ ഇവർ സ്ത്രീകളെ കൊണ്ട് ഇവർ യൂട്യൂബ് ചെയ്യുമെന്ന് നല്ല ഉറപ്പാണ്. അത്രയും ഇവർ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഉസ്താദന്മാർ അത്ര ആരും സാധാരണക്കാർ പോലും ചെയ്യുന്നില്ല, അത്യാവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഈ നിഷിദ്ധമായ ഈ യൂട്യൂബ് കാര്യം, ഫോട്ടോ ആണെങ്കിലും സിനിമ ആണെങ്കിലും എല്ലാം നിഷിദ്ധമാണല്ലോ. അത് നിഷിദ്ധമല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ഇവർക്ക്? അതാണ് ചോദിക്കാനുള്ളത്. ഈ നിഷിദ്ധമായ കാര്യത്തെ ഇവർക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രഭാഷണമോ ഒരു പ്രൂഫിന് വേണ്ടി എന്തെങ്കിലും റെക്കോർഡിന് വേണ്ടിയിട്ട് ചെയ്യുകയോ നിക്കാഹിന്റെ കാര്യത്തിൽ ചെയ്യുകയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കാര്യമായ കാര്യത്തിന് വേണ്ടി അതിനെ ഒരു സൂക്ഷിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയോ അല്ല. ഇവരുടെ എല്ലാ ഇബാദത്തുകളും വീഡിയോയിലാണ് വരുന്നത്. ഇബാദത്തിന് കൂലിയൊന്നും കിട്ടുകയില്ല. ആ കൂലി യൂട്യൂബുകാരന് കൊടുക്കുന്നുണ്ടല്ലോ. യൂട്യൂബ് കമ്പനിയിൽ നിന്ന് വരുന്ന പണമാണ് ഇവർക്ക്
കൊടുക്കുന്ന വ്യൂവേഴ്സ് കൊടുക്കുന്നതായിരിക്കുന്ന ഇവർക്ക് കിട്ടുന്ന ആ ലാഭമാണ് മാത്രമാണ് ഇവർക്ക് ആഖിറത്തിലേക്ക് വെക്കാനുള്ളത്. അവിടെ ഒന്നും ഇവരുടെ പുസ്തകത്തിൽ ഒന്നും എഴുതാനില്ല എന്നാണ് മനസ്സിലാകുന്നത്. അത്രക്കും ഇവർ ഓരോ നമസ്കരിക്കുന്നതും എല്ലാ കാര്യത്തിനും ഇവർ ചെയ്യുന്ന യൂട്യൂബാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കാര്യത്തിൽ ഇനിയും അടുത്ത വീഡിയോ ഞാൻ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.